ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് തേർഡ് സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഒന്നാമത്തേത്, സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ, 105-ാം ഭരണഘടനാ ഭേദഗതി. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതിയാണ്. 127-ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2021 ഓഗസ്റ്റ് 10-നാണ്. രാജ്യസഭ പാസ്സാക്കിയത് 2021 ഓഗസ്റ്റ് 11-നും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2021 ഓഗസ്റ്റ് 18-നുമാണ്. ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രാഫർ ഓപ്ഷൻ എ ആണ് പ്രേം ബിഹാരി നരൈൻ റൈസാദ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248-ൽ എന്താണ് പ്രതിപാദിക്കുന്നുള്ളത്? ഡാഷ് പ്രതിപാദിക്കുന്നു. ഓപ്ഷൻ ഡി ആണ്, കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 248-ൽ പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ സംസ്ഥാനം ബീഹാറാണ്. SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ? ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ 356. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള 5 ക്വസ്റ്റ്യനും താരതമ്യേന എളുപ്പമായിരുന്നു, 5ഉം കിട്ടും. ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്, വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച. സുസ്ഥിരമായ വളർച്ച എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2012-17 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. അടുത്ത ക്വസ്റ്റ്യന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ ആണ് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുക? ഓപ്ഷൻ ബി ആണ് IGST ആണ്. ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ്? ഓപ്ഷൻ എ ആണ് റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി ഇന്ത്യൻ എക്കണോമി റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് വി അനന്ത നാഗേശ്വരൻ. ഓപ്ഷൻ സി. പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി ആണ് ആൻസർ, 1ഉം 2ഉം. 3ാമത്തെ പ്രസ്താവന ഇല്ല, അപ്പോൾ ഓപ്ഷൻ ബി ആണ്. മാർത്താണ്ഡവർമ്മയെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ, 1ഉം 3ഉം മാത്രമേ ഉള്ളൂ. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകൾ ഏതൊക്കെയാണ് ശരി? 13ൻ്റെ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ, ഇതിൻ്റെ എല്ലാ പ്രസ്താവനയും ശരിയാണ്, 1ഉം 2ഉം 3ഉം. 15ാമത്തെ ക്വസ്റ്റ്യൻ, സാമൂഹിക സ്ഥാപനങ്ങളുമായി പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ഇതിൻ്റെ ഓപ്ഷൻ എ ആണ് ആൻസർ, 1ഉം 2ഉം 3ഉം ശരിയാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓൺലി 2ആണ്. ആ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയതാണ്, ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. വിക്രം സാരാഭായിക്ക് ഭാരതരത്ന ഡിസർവ്ഡ് ആണെങ്കിലും കിട്ടിയിട്ടില്ല. ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്. 1ാമത്തെ മാത്രം ആൻസർ, ഓപ്ഷൻ സി ആണ് ആൻസർ. ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി മാത്രമാണോ? 1ഉം 3ഉം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നു, അത് ശരിയാണ്. ഇതിൻ്റെത് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ എ ആണ്, 3ഇല്ല. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? 3D പ്രിൻ്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് 2ഉം 3ഉമാണ്, ഓപ്ഷൻ ബി ആണ് ആൻസറേ. എനിക്കതാ കിട്ടിയത്, നിങ്ങൾ വല്ല തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓപ്ഷൻ ബി തന്നെയാണ്. ഇനി കമ്പ്യൂട്ടർ, 21ാമത്തെ ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടറിൽ ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്മറി റീഡ് ഓൺലി മെമ്മറി റോമാണ്. ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് വരിവരിയായി പരിവർത്തനം ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പേര് ഓപ്ഷൻ സി ഇൻ്റർപ്രറ്ററാണ്. സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർപ്രറ്റർ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ സൈബർ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള 4 അക്ക ഹെൽപ്പ് ലൈൻ നമ്പർ ഓപ്ഷൻ ബി 1930. ICANN എന്താണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്.
25ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നായ ഒമേഗിളിൻ്റെ പ്രവർത്തനം 2023 നവംബർ 8 അടച്ചുപൂട്ടി. സ്ഥാപകൻ ഓപ്ഷൻ ഡി. 26ാമത്തെ ക്വസ്റ്റ്യൻ മുഗൾ കലയും വാസ്തുവിദ്യയും സംബന്ധിച്ച് താഴെപ്പറയുന്ന പ്രസ്താവന പരിഗണിക്കുക. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ 1, 2, 3 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. പിന്നെ ഡി ആണ് ആൻസർ. ഓപ്ഷൻ 1, 2 പ്രസ്താവനകൾ മാത്രമേ ഉള്ളൂ ശരി, 3 അല്ല. കൺഫ്യൂസിങ് ആണ്. ക്വസ്റ്റ്യൻ കിട്ടിയ സമയത്ത് ഒരു നിഗമനത്തിലെത്താൻ പറ്റിയിട്ടില്ല, ടു ബി ഫ്രാങ്ക്. പ്രൊഫഷണൽ ആൻസർക്ക് വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും 28ൻ്റെ ആൻസർ. 29ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങോട്ട് കിട്ടുന്നില്ല, ഭയങ്കര കൺഫ്യൂസിങ് ആണ്. നമുക്ക് പ്രൊഫഷണലിലേക്ക് വരട്ടെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിഗണിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, ഓൺലി 1 and 2. 30ാമത്തെ ക്വസ്റ്റ്യൻ സർവീസ് ഡെലിവറി മേഖലയിലെ പ്രതീക്ഷകളും മാനദണ്ഡങ്ങളും വ്യക്തമായി ക്രോഡീകരിക്കുന്ന പൗരന്മാരും സേവന വിതരണദാതാക്കളും തമ്മിൽ ഉള്ള പൊതു കരാറുകൾ, പൊതു ഉടമ്പടി. ഓപ്ഷൻ ബി സിറ്റിസൺ ചാർട്ടർ. 32ാമത്തെ NSSOയുടെ പൂർണ്ണരൂപം സി ആണ്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ അട്ടപ്പാടി മണ്ണ് സംരക്ഷണ പദ്ധതിക്ക് സഹായം ലഭിക്കുന്ന. ഓപ്ഷൻ എ ജപ്പാൻ ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ ഏജൻസി. 34 NREGA സോഫ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന NREGA. 35 ഭരണത്തിലെ ഹ്യൂമൻ റിലേഷൻസ് തിയറിയുടെ ജന്മസ്ഥലമായി കണക്കാക്കപ്പെടുന്നത്. ഓപ്ഷൻ ഡി വെസ്റ്റേൺ ഇലക്ട്രിക്കൽ കമ്പനിയുടെ ഹാത്രോൺ പ്ലാന്റ്. കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം നാട്യകൽപദ്രുമം. ഓപ്ഷൻ സി ആണ് ആൻസർ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്. 37 ഓപ്ഷൻ ഡി, എല്ലാവർക്കും അറിയാം, കൂടിയാട്ടവും മുടിയേറ്റും. 38 ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? അത് ഗ്രീസാണ്. ഓപ്ഷൻ എ ഗ്രീസ്. 39 ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ഓപ്ഷൻ ബി ടെന്നീസ്. നന്ദനാർ 6 തൂലിക നാമമാണ്. ഓപ്ഷൻ സി PC ഗോപാലൻ. 41 പട്ടിക 1നെ പട്ടിക 2മായി ചേരുമ്പോൾ ചേർക്കാനുള്ളതാണ്. ഇത് സ്ട്രാറ്റോസ്ഫിയർ, എക്സോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ. നമുക്ക് എളുപ്പം ഇത് കണ്ടുപിടിക്കാം. ഓപ്ഷൻ ബി ആണ്. ഞാൻ ജോഗ്രഫിയുടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എലിമിനേഷൻ മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ തന്നെ നമുക്കറിയാം, ഓസോണിൻ്റെ. അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. 2 പറഞ്ഞാൽ മതി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇതാ കിടക്കുന്നത് PSCയുടെ കൂടെ പുറപ്പാട്ടുള്ള ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ജലപാത ഇവയ്ക്കിടയിൽ വ്യാപിച്ചിടക്കുന്നു. ദേശീയ ജലപാത 3 സി കോട്ടപ്പുറം കൊല്ലം. ഓപ്ഷൻ സി ആണ് ആൻസർ. 43ൻ്റെ ആൻസർ കുറച്ച് ഇതാണ്, കോഡ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. 43ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡി കോഡാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇതിൻ്റെ സി ആണ്. 1, 4 എന്നിവ ശരിയാണ്. ബാബർ ട്രാക്ട് ഒരു കല്ലുകൊണ്ട് പതിച്ച മേഖലയാണ്. ടെറായി അമിതമായ നനവുള്ളൊരു മേഖലയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. പിന്നെ 45ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും അധികം സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലൻറ്റ് വാലിയാണെന്ന് ഏത് കൊച്ചു കുട്ടിക്ക് വരെ അറിയാം. ഓപ്ഷൻ സി. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? കണ്ടം വെച്ച കോട്ട്. ഓപ്ഷൻ ബി. ഇനി 47 ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിലെ കൃതിയാണ് മധുരൈ കാഞ്ചി. 48 മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ CV രാമൻപിള്ള. ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചുകൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ അജയ്. കേരള കലാമണ്ഡലത്തിലെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ ബി ആനന്ദകൃഷ്ണൻ.